ഉണ്ടാക്കണം. ഞങ്ങൾക്ക് അറിയൂല. കണ്ടോ? ആരും ഒന്നും വിചാരിക്കേണ്ടത് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ. കാല് വെച്ചുകുത്തി. കാല് വെച്ചുകുത്തിയല്ല, കാല് കൊണ്ട് മണ്ണെണ്ണയാണ് ചോദിക്കേണ്ട കേട്ടോ. ഇത് ഇപ്പം ഏതാണ് എന്തായിരുന്നു മൾബറി പറിക്കാൻ വേണ്ടി കൂടി ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. മൾബറി കണ്ടപ്പം വണ്ടി നിർത്തിയതാട്ടോ. കുടു മൾബറി പറിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ താഴത്തമ്മേൻ്റെ വീട്ടിൽ അവിടുത്തെ അച്ഛൻ മരിച്ചിട്ട് 5 വർഷമാകും കേട്ടോ. ഇന്ന് അവിടുത്തെ ആണ്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് എല്ലാവരും കൂടി ചെല്ലാം. അവിടെ ചെറിയൊരു നേർച്ച കൊടുക്കലും ചടങ്ങുകളൊക്കെ ഉണ്ട്. പിടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്താണെങ്കിലും പറ്റുകയാണെങ്കിൽ പിടിക്കാൻ നമുക്ക് ചെയ്യാൻ പാടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇല്ലെങ്കിൽ എത്തൂല, കൂടുതൽ എത്തൂല. അമ്മ പറിച്ചൂല. പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ പിടിക്കും. അല്ലെങ്കിൽ അവിടുത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ചേർക്കാം കേട്ടോ. ആ ചേട്ടായി പറിച്ചു തരും കേട്ടോ. അതാടാ അതാടാ അതാ അവിടെ അതാടാ അതാ ആ അവിടെ അതാ കൊടുന്നെന്താ കിട്ടിയേ? ചോര വരുന്നുണ്ടോ? തിന്നെ കളയല്ലേ? ആ ശരി. ഇല്ല എന്നാ പോവല്ലേ. അങ്ങനെ ഞങ്ങൾ മൾബറിയൊക്കെ പറിച്ച് അങ്ങനെ തിന്ന് ഒക്കെ നടന്നു പോരുന്നതിലും കഷ്ടമാണ് വണ്ടി പോരുന്നത് അല്ലേ. വീട്ടിലെത്തിയിട്ട് അപ്പം ഞാനും കൂടും കൂടെ ഒരു മത്സരം വെച്ചേ. കൊടു നേരെ റോട്ടിന് പോയി. ഞാൻ അതിലെ സ്റ്റെപ്പ് കയറിപ്പോന്നു കേട്ടോ. അതിന് അവൻ എന്നോട് പിണങ്ങിയേ. അവൻ്റെ കൂടെ അങ്ങോട്ട് ചെല്ലാത്തതിന് ഞാൻ മത്സരമൊക്കെ വെച്ച് ആദ്യം എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യക്കൂട്ടൻ എൻ്റെ പേരും കൂടെ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പിണങ്ങി കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വരാതെ നേരെ മോളത്തമ്മേൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അവൻ ഒരു വിധത്തിലാണ് കേട്ടോ കൂട്ടിക്കൊണ്ട് വന്നത്. പിന്നെ പറയണ്ടല്ലോ, വീട്ടിലത്തെ കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ താഴെ ചെന്നത് കേട്ടോ. താഴെ ചെന്ന് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്രണ്ടിലെ വീഡിയോ ഒക്കെ പിടിച്ചത്. എനിക്കൊരു ഇത് നമ്മളങ്ങനെ പിടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ലല്ലോ. താഴത്തമ്മേൻ്റെ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എന്ന് പറഞ്ഞാൽ മക്കളും മരുമക്കളും പേരക്കുട്ടികളും അങ്ങനെ എല്ലാവരും. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പുറത്തുനിന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ എന്താണെങ്കിലും ഇപ്പോൾ താഴത്തമ്മേൻ്റെ ഒരു മോളെ സ്ഥാനത്ത് അവർ വീട്ടിലൊരു അംഗമായിട്ട് തന്നെ ഞങ്ങളെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനും ചേട്ടായും മക്കളും പോലെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ ആയിട്ടുണ്ട്. ഞങ്ങളും അതുപോലെ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നിയിട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്നൊന്നും എല്ലാവരും കൂടാറില്ല. പക്ഷേ എന്നാലും അവർ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം നടക്കുമ്പോൾ തറവാട്ടിലേക്ക് എല്ലാവരെയും വിളിച്ച് വരുത്തി. എല്ലാവരും വിളിച്ചിട്ട് തറവാട്ടിലെല്ലാവരും വരുന്നു. അങ്ങനെ എല്ലാവരും കൂടുന്നു. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാല് വെച്ചുകുത്തി. കാല് വെച്ചുകുത്തിയല്ല, കാല് കൊണ്ട് കട്ടിലിലോട്ട് പിന്നെ കുറച്ച് പുല്ല് പറിച്ചപ്പോൾ കാല് ഭയങ്കര വേദനയാണ്. അച്ഛന് പുല്ല് പറിക്കുന്നില്ലേ ഇപ്പം ഞങ്ങൾ എടുത്തോണ്ട് നടക്കണം കേട്ടോ. അച്ഛനെ ഒക്കെ അപ്പടാ സുഖമാണോ? ചിപ്പിക്ക് സുഖമാണോ? അല്ലല്ല, കുറച്ച് പനിയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ അടച്ചിട്ട റൂമിലാണ് കേട്ടോ നേർച്ച കൊടുത്തിട്ടുള്ളത്. ആണ്ട് ഇവിടുത്തെ അച്ഛൻ്റെയാണ്. 5 വർഷമായിട്ടുണ്ട് അച്ഛൻ മരിച്ചിട്ട്. കൂടെ അച്ഛനും അങ്ങനെ 5 പേർക്കുള്ള ഒരു നേർച്ചയാണ്. എനിക്ക് അങ്ങനെ വിശദമായിട്ട് പറയാൻ അറിയില്ല. നേർച്ച വെച്ച് കൊടുത്താണ്. പിന്നെ നമ്മൾ ആ റൂമിൽ അങ്ങനെ കയറില്ല, അവിടെ അടച്ചിടുകയാണ് ചെയ്യുക. എല്ലാം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എല്ലാം ആദ്യം അവർക്ക് കൊടുത്തതിന് ശേഷം, കാരണന്മാർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കുക. പിന്നെ ആ വാതിൽ അടച്ചിടും വെച്ച് കൊടുത്തതിന് ശേഷം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ്
അത് എടുക്കുകയുള്ളൂ. അങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ മക്കളെല്ലാവരും അത് കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, മക്കളാണ് മൂത്ത മോന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് മക്കളെല്ലാവരും ചേർന്നാണ് ഈ കാരണന്മാർക്കൊക്കെ വിളമ്പി വെച്ച് കൊടുക്കുന്നത്. ഇതൊരു വിശ്വാസമാണ് കേട്ടോ. ഇതിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുകയുള്ളൂ, അല്ലാത്തവരൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ നെഗറ്റീവ് കമൻറ്റൊക്കെ പറയാനാവും. അങ്ങനെയുണ്ടല്ലേ. കൂടുതലും ഇങ്ങനെ മുതിർന്ന ആളുകളൊക്കെ ഉള്ളിടത്തും പിന്നെ അതുപോലെ നാട്ടിൻപുറത്തെ രീതികളൊക്കെ പിന്തുടർന്ന് പോരുന്നവരൊക്കെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് കേട്ടോ. നേർച്ച കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർ തന്നെയായിരിക്കും കേട്ടോ. അല്ലാത്ത ഇങ്ങനെ ചെയ്യാത്ത വിശ്വാസമില്ലാത്തവരും ഉണ്ട്. അപ്പം അങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ എടുത്തതിന് ശേഷം മക്കളെല്ലാം അതിൽ നിന്ന് ഒക്കെ കഴിക്കും. പിന്നെന്താ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് 3 പ്രാവശ്യം വാതിലിൽ മുട്ടണം. മുട്ടിയിട്ട് ആണ് കയറി ചെന്ന് ആ ഇല എടുക്കുമ്പം ഇല കുറച്ചൊന്ന് വലിച്ച് മുന്നോട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല എടുക്കുക. അങ്ങനെയൊക്കെയാണ് അമ്മ പറഞ്ഞത്. പക്ഷേ നമുക്കങ്ങനെ വെച്ച് കൊടുക്കുന്നതൊന്നും വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിടിച്ചിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഇനിയും എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ട്. എന്നാലും മക്കളെല്ലാവരും തന്നെ താത്തമ്മേൻ്റെ മക്കളെല്ലാവരും തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ആ അമ്മ അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ കൂട്ടി കൊണ്ട് നടക്കാൻ കഴിവുള്ള അമ്മമാരാണെങ്കിൽ ആ വീട്ടിലെ മക്കളെല്ലാവരും എന്താണെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഒത്തുകൂടും എന്നുള്ളതാണ് കേട്ടോ. അത് അമ്മമാരെ ഒരു കഴിവ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. എന്താ പറയുക, നമുക്കും അതിലൊരു അംഗമാവാൻ പറ്റി എന്നുള്ളതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓർത്തു കേട്ടോ, ഞങ്ങളെ വീട്ടിൽ അച്ഛയൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും വിശേഷം വേണമെന്നില്ല കേട്ടോ. വെള്ളിയാഴ്ച വൈകുന്നേരം ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഒത്തുകൂടുമായിരുന്നു കേട്ടോ. അതൊരു അച്ഛൻ്റെ ഓർമ്മയാണ് കേട്ടോ. അച്ഛൻ പോയതിന് ശേഷം പിന്നെ അങ്ങനെയല്ല, പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അതൊരു അങ്ങനെ എന്താണെങ്കിലും പക്ഷേ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതൊരു തന്നെയാണ് കേട്ടോ. ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ എല്ലാവരും ഒത്തുകൂടുന്ന അച്ഛൻ പോയിട്ട് ഇപ്പം ഞങ്ങൾക്ക് 3 വർഷമായി അച്ഛൻ പോയിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ മക്കളെല്ലാവരും അതിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ്. മക്കളും മരുമക്കളും എല്ലാവരും പേരക്കുട്ടികളും എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നുള്ള ഇങ്ങനെ ഒരു റൂമിലൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പം ഭക്ഷണം കൊണ്ടുപോയി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ നല്ല ചിട്ടയോടുകൂടി അതിൻ്റേതായ വൃത്തിക്ക് ചെയ്യുന്നത് ഞാൻ ഇതാദ്യമായിട്ടാണ് കേട്ടോ കണ്ടത്. പിന്നെ ശരിക്കും ആ വെച്ച് കൊടുക്കുന്നിടത്തിലേക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല. പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അങ്ങനെ പോയി നോക്കി നിൽക്കാൻ പാടുണ്ടോയെന്നൊന്നും അറിയാത്തത് കൊണ്ടും പിന്നെ അങ്ങനെ വീഡിയോയൊന്നും അത്തരം കാര്യങ്ങളൊന്നും പിടിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇതായില്ല കേട്ടോ. പിന്നെ അത് വെക്കുന്നതിൻ്റെ മുമ്പ് അരിയും തുളസി ഇലയൊക്കെ വെച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് അതൊക്കെ അവിടെ ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു ഓമ്പടിനാട് പോയില്ലെങ്കിൽ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ അമ്മ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഭാഗം ഇട്ടിട്ട് ബാക്കി ഞാൻ കട്ട് ചെയ്തതാണ്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ പിന്നെ 1, 2, 3 ട്രിപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ എല്ലാവരും ഇരുന്നത്. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് എത്തില്ലല്ലോ. ആദ്യകൂട്ടനും കൂടും മോനുസൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ. അവർ നല്ല എന്താ പറയുക, എല്ലാവരും ഒത്തിരി പേരുണ്ടല്ലോ മക്കളെല്ലാവരും കൂടി. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാ ഭക്ഷണം കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കും കാരണന്മാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അത് അമ്പിളി വന്ന് വീഡിയോ പിടിക്കുമ്പോൾ ഉണ്ട്, അനിലേട്ടൻ വന്നിട്ട് അതിനകത്ത് എന്താ പറയുന്നത് അത് എൻ്റെ ക്യാമറയിൽ പതിയുകയും ചെയ്തു കേട്ടോ. നല്ല സന്തുഷ്ട കുടുംബം. അങ്ങനെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഇല്ലായിരിക്കുകയില്ല, അതൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടല്ലോ. അതിപ്പോൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. എങ്കിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത കുടുംബങ്ങളില്ല എങ്കിലും അത് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിലെങ്കിലും എല്ലാവരും കൂടി ചേരുക എന്നുള്ളത് അതൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ അതൊന്നും എല്ലാ കുടുംബങ്ങളിലൊന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഒരു വീട് തറവാടാണെങ്കിൽ തറവാട്ടിലേക്ക് എല്ലാവരെയും വിളിക്കാനും എല്ലാവരും ഒരുമിച്ച് കൂടാനും അതിനൊക്കെ ഒരു
അതൊക്കെ ഒരു ഇത് തന്നെയാണ് കേട്ടോ. എന്നും ഒന്നും വേണ്ട, എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ അതൊക്കെ ഉണ്ടാവുള്ളൂ അവസാനം. അപ്പം ചിപ്പിക്കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെച്ചൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ ഇവിടുത്തെ മൂത്ത മോൻ്റെ ചേച്ചീൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിയുന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല, അതിനിപ്പോൾ ഒരു മാർഗ്ഗം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് എല്ലാവരും കൂടി പെട്ടെന്നൊരു തീരുമാനം എടുത്ത് വേഗം ഒരു കേക്ക് വാങ്ങിയിട്ട് വരി. ആ കേക്ക് മുറിക്കുക. അതന്നെ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നിങ്ങൾ അങ്ങനെ കഴിച്ചില്ലാക്കി. 10 ആവുമ്പോഴാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. 10 കൊല്ലം നിന്നല്ലോന്ന് വിചാരിച്ചിട്ട്. എന്താ മുറിക്കണേ? ഇത് കേക്കാ? അത് ഇന്നലെ കോഴിക്കോട് നിന്ന് മേടിച്ച അലുവയും. ഇതിനൊക്കെ ഓരോ മോഡൽ ഉണ്ടാക്കണം, നിങ്ങൾക്ക് അറിയൂല. കണ്ടോ? ഒന്ന് മതിയെന്നേ, 10 അല്ലേ? 20 ആകുമ്പോ നമുക്ക് 2 പെട്ടെന്നുണ്ടായ വിവാഹ വാർഷികമാണ് അല്ലേ? ആരും ഒന്നും വിചാരിക്കേണ്ടത് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ. എന്താ കുഞ്ഞിട്ടാ? മതി, സന്തോഷം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി. പിന്നെ മോളത്തെ കൊടുത്ത് എല്ലാവർക്കും കൂടെ കൊടുത്തു. അങ്ങോട്ടും കൊണ്ട് കൊടുത്തോ. നിങ്ങളല്ല കൊടുക്കണ്ട, ഓരോ കൊടുക്കണ്ട. അത് തന്നെ. ഒരു കഷ്ണം ഓൽക്ക് കൊടുക്കും. വാങ്ങി. അത് തന്നെ. അതൊരു സന്തോഷം. ചിപ്പി കൊടുക്കൂ, ചിപ്പിയെ. അമ്മയ്ക്ക് കൊടുക്കുക, അമ്മയ്ക്ക്. ഇനി അച്ഛനും. ഇവരെ പറയാതെ നിന്നതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ നമ്മൾ കേക്കാക്കിയേനെ. നമ്മൾ കണ്ടുപിടിച്ചതുകൊണ്ട് അലുവ മുറിച്ച് വെഡിങ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അല്ല, കേക്ക് ഇങ്ങനെ മുറിച്ചെടുക്കൂ. എമ്മാരി മുറിച്ച് അല്ല അടിപൊളിയായി. കേക്ക് മുറിക്കണേക്കാൾ സന്തോഷായില്ലേ? കിട്ടില്ല. അത് തന്നെ. അതെ, സന്തോഷം. പാട്ട് പാട്. അത് തന്നെ. ഇത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇത് എന്തായാലും വെറൈറ്റി ആയി. ഇത് അടിപൊളിയായിട്ടോ. ഇത് കുഞ്ഞിട്ടാ, ഇത് ഉഷാറായിട്ടോ. കുടുവിനെ ആരാ കൂടു വേട്ടാവളിയാന്ന് വിളിക്കല്? ഇപ്പൊ ഇങ്ങനെയാ കേക്ക്. ഇപ്പൊ ഇങ്ങനെയാണ് കേക്ക്. ആണ്ടല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മള് വിചാരിച്ചോ അല്ലേ? ആണ്ടല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ. അതെ. അപ്പൊ ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി വന്നിട്ട് ഇവര് മിണ്ടാതെക്കാൻ പറ്റുമോ അല്ലേ? ആണ്ടായോണ്ട് ഞങ്ങൾ പിന്നെ കൂടു എടുത്ത് നിന്ന് പോന്നു.
അതല്ല രസം. ആ മാമിക്ക് കൊടുക്ക്. നിങ്ങൾ അത് തന്നെ ഓലിക്ക് മടുത്തുണ്ടാവും. അലുവ തീറ്റിച്ച് ആ അലുവ തീറ്റിച്ച് കേക്കും തീറ്റിച്ച് ഐറ്റിങ്ങളെ വല്ലാത്ത ജാതി. ഇതാരെ തല ഇതിന്റെ പുറകില്? അല്ലാട്ടന്റെ തല. ആ തലയ്ക്ക് അവാർഡ് കൊടുക്കും. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ പ്രതീക്ഷിക്കാതെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഓർമ്മയില്ലായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും കൂടെ എന്താണെങ്കിലും സന്തോഷമായിട്ട് തന്നെ അത് മുറിച്ചു കേട്ടോ. അലുവ അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് കേക്കും മുറിച്ച് അങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ശരിക്കും നമ്മളെ കൂടെ ചേർത്ത് നിർത്തുന്നവരുടെ കൂടെ നമ്മൾ കൂടണം അല്ലേ. മാറ്റി നിർത്തുന്നവരുടെ കൂടെ നമ്മൾ വീണ്ടും എന്താ പറയുക, ഇഷ്ടമില്ലാതെ കയറി ചെന്ന് ഇതാവുന്നതിനേക്കാളും നമ്മളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നവരുടെ കൂടെ നമ്മൾ ഒരു നേരമെങ്കിലും സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടോ. എല്ലാവരും എല്ലാ അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക. കൂടെ ചേർത്ത് നിർത്തുന്നവരുടെ കൂടെ ഇത്തിരി നേരം ഒരു വല്ലാത്തൊരു സന്തോഷത്തോടു കൂടി ഞങ്ങളിരുന്നു കേട്ടോ. കാറ്റിനക്കരെ ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ. നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ. നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കടി പോയില്ല. എന്നാ ബാ നമുക്ക് പോവാടാ കടി പോവാ. വാടാ വരൂല.